ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ. വളരെ രുചികരമായ ബീഫ് കട്ട്ലറ്റാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിനായി ആദ്യം ഒരു പാത്രം അടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി പച്ചമണം പോകുന്നത് ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് കട്ട്ലറ്റാണ്. അതുകൊണ്ട് തന്നെ ബീഫ് ഒരു കുക്കറിൽ 4-5 വിസിൽ വേവിച്ച് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മസാല ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി പൊടിച്ച് ചേർക്കുക. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. നമ്മൾ എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അതിനനുസരിച്ച് എല്ലാം എടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് തണുത്തതിന് ശേഷം കൈകൊണ്ട് മിക്സ് ചെയ്താൽ എല്ലാ ഭാഗവും ഒരുമിച്ച് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിനുള്ള മോഡൽ തയ്യാറാക്കാം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ ഇതിന് മോൾഡ് കിട്ടും, അതാണ് ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്ക് ഈ മോൾഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിന് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഓരോന്നായി ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക. ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ ഡിസൈനിലും നമ്മുടെ കയ്യിലും കുറച്ച് എണ്ണ പുരട്ടിയാൽ മസാല നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ ഇങ്ങനത്തെ ഡിസൈൻ വാങ്ങാൻ കിട്ടുന്നതാണ്. ഏകദേശം 10 രൂപയ്ക്ക് വില ഉണ്ടാവുള്ളൂ ഇതിന്. ഇനി നമുക്ക് ഇത് കോട്ടിംഗ് ചെയ്തെടുക്കാം. ഇതിനായി 2 മുട്ട പതപ്പിച്ചെടുത്തതും പിന്നെ കടകളിൽ നിന്നൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും റസ്കിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ റസ്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതിയാകും. അങ്ങനെ ഉണ്ടാക്കി വെച്ച ഓരോ മോഡലും മുട്ടയിൽ മുക്കി പിന്നെ റസ്ക് പൊടിയിൽ മുക്കി
എടുത്ത് വെക്കുക. ഇതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പരന്ന പാത്രം എടുത്താണ് വറുത്തെടുത്തിട്ടുള്ളത്. നമ്മൾ മീനൊക്കെ പൊരിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ഉപയോഗിച്ച് അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിൻ്റെ ഓരോ ഭാഗം റെഡി ആയാൽ നമുക്ക് തിരിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരേ നിറം കിട്ടുവാൻ നമുക്ക് കൂടുതൽ എണ്ണയിൽ ഇട്ട് പൊരിച്ച് എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.